ആ കക്കാശി ഉണ്ട്, വാസ്കോ ഉണ്ട്, അതാ ഞാൻ പറഞ്ഞു, ആരോടും ഉണ്ട്. ഓക്കെ 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 ഓക്കെ. സെർവർ ഇന്ന് സേഫ് സോൺ ആയില്ലായിരുന്നു. നമ്മള് ഈ ഒരു ലൊക്കേഷനിൽ നിന്നൊക്കെ മാറി വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ പോയിട്ട് അവന്മാർ അങ്ങോട്ട് വരട്ടെ. എങ്ങോട്ടേലും 500+ പ്ലേയേഴ്സും പിന്നെ 100+ നമ്മളിപ്പോഴും സ്പ്ലിറ്റ് ആണ് കേട്ടോ. ആകെ ഒരു വണ്ടി മാത്രമേ ഇവിടെ ഉള്ളൂ. ഇഷ്യൂ ഉണ്ടായിരുന്നത്. സ്ട്രീം കർലോ കാറില് ലൈവാണ്. ഇവിടെ 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 ഇങ്ങോട്ടാടാ, ഇങ്ങോട്ടാ. ഇപ്പൊ ആരെങ്കിലും പറ്റി പറയോ? കാറിലോ മെറ്റടിക്കാതെ അറിയോ? ഇച്ചിരി സ്ലോയില് പോടാ. ഇങ്ങോട്ട് ഒറ്റയ്ക്ക് പിങ് ചെയ്ത് നിന്റെ തോന്നിയാസത്തിന് പോവാ. ഒരു വണ്ടി മാറ്റി മാറ്റി കളിക്കുന്നുണ്ടല്ലേ? ഇല്ല, ഇവിടെ സിറ്റുവേഷൻ നടക്കാറുണ്ട്. ഇവിടെ കൂടുതലും VNV, പിന്നെ അതുപോലെ തന്നെ BCZ VNV നോർമലി ഒരു സമയത്തുണ്ടായിരുന്നു VNV ഈ ഒരു ഏരിയയിൽ BCZ VNV. BCZ ഒക്കെ നോർമലി ഈ ഒരു ഏരിയയിൽ തന്നെ കൂടുതൽ എടുക്കാറുണ്ട്. ഈ ഒരു ഏരിയയിൽ ഒരു മാറ്റി ചിന്തിച്ചുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് കറണ്ട്. നോർമലി എടുക്കുന്ന ഒരു സ്ഥലത്താണ് KV വന്നിട്ടുള്ളത്. ഓക്കെ, KV ഇവിടെ ഉണ്ട്. നമുക്ക് VNVയുടെ ഭാഗത്തേക്ക് പോകാം. मेरा नेट एयर फाइबर फुल प्रश्नम है. ഏഷ്യന്റെ പൂരിത്തങ്ങട്ടന്മാർ ഇതുവരെ വന്നില്ല. ഞാൻ മടുത്തിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നെറ്റ് പറയും വേണ്ട പറഞ്ഞു. പുതിയ ഫൈബറിനെ ഫൈബർ വിളിച്ചിട്ട് പുതിയ ഫൈബർ ഇതുണ്ട്. അവര് പറഞ്ഞു റീസെന്റ് വരാം. ജിയോ ഫൈബറാ? ജിയോക്ക് പിങ് ഉണ്ടോ? ജിയോക്ക് പിങ് ഒന്നുമില്ല. ജിയോക്ക് പണ്ടെങ്കിലും BGM എടുക്കുമ്പോഴത്തെ കുറച്ച് ഇപ്പൊ അവര് കുറച്ചുകൂടി സ്റ്റേബിൾ ആയി തോന്നുന്നല്ലേ? ഏഷ്യാനെറ്റ് പട്ടാമ്പി സെറ്റാണ്. പക്ഷെ കുറെ ഏഷ്യാനെറ്റ് കുറെ കുറ്റം പറയുന്നുണ്ട്. അതായത് കൊച്ചിയിൽ അല്ലെങ്കിൽ ഇവിടെ സ്ഥലത്തൊന്നും പോരാ, ഇടക്കൊക്കെ നെറ്റ് പോകും, ഓരോരോ ഇഷ്യൂസ് പണി കണ്ട് പോവും പറയും. 6 month പ്ലാന്. അതുകൊണ്ടാണ് ഞാൻ ഏഷ്യാനെറ്റ് ഷിഫ്റ്റ് ആക്കിയത്. ആ 6 month പ്ലാൻ എടുത്തോണ്ട് അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത് തേങ്ങ. പക്ഷെ അത് ഞാന് നാട്ടില് പിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VNVയുടെ ഭാഗത്തേക്ക് പിറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് KVയുടെ സൈഡിൽ നിന്ന്. ഓക്കെ, VNVയുടെ ഫസ്റ്റ് ജൂൺ ആണ് ഇവിടെ ഇറങ്ങി കുത്തി അടിക്കാനുള്ള ഒരു ട്രൈ. ജൂണിന്റെ ഭാഗത്തുനിന്ന് മൾട്ടിപ്പിൾ സ്ട്രീം അല്ല, കറന്റ് മൾട്ടിപ്പിൾ സ്ട്രീം അല്ല. ജൂൺ ഇവിടെ ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇവിടെ ജൂണിന്റെ ഭാഗത്തുനിന്ന് ഫയറിംഗ് വരുന്നു. 2 മണി വരെ സിറ്റുവേഷൻ ഉള്ളൂ കേട്ടോ. എന്ത് ഓൺ ദ സ്പോട്ട് 2 മണിക്ക് ഉണ്ടാക്കോ? രണ്ടുപേരും പറഞ്ഞു തോന്നുന്നു. ഓക്കെ, VNVയുടെ ഒരു വണ്ടി ബാക്കിൽ കൂടെ വരുന്നുണ്ട്. ഇവിടെ KVയുടെ വെഹിക്കിൾസ് എല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. VNVയുടെ ഒരു വണ്ടി, ഈ ഒരു വണ്ടി ലാസ്റ്റ് കുത്താനുള്ള ഒരു കളി തന്നെയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. ഐ തിങ്ക് 6 month എടുത്തല്ലേ? ഇല്ലടാ, 6 month കുഴപ്പമില്ല, വീട്ടിൽ യൂസ് ചെയ്യടാ. വീട്ടിൽ ഉപ്പയും അനിയത്തിയൊക്കെ ഉള്ളതല്ലേ, അത് യൂസ് ചെയ്യും. KVയുടെ വാസ്കോ ഇറങ്ങി അടിക്കുന്നുണ്ട്. വാസ്കോയുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങി ഫയർ ചെയ്യുന്നു. വാസ്കോയുടെ ഭാഗത്ത് നിന്ന് ഫെക്സർ അവിടെ ആ ഒരു വെഹിക്കിളിന് നല്ല രീതിക്ക് പിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഫെക്സറിന്റെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ലൊരു പിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോ നാട്ടില് ഫെക്സർ വീണ്ടും ഫെക്സർ അതാണല്ലേ അതിലെ താഴെ മറ്റോ
കേട്ടില്ല. മറ്റേ ലിങ്കിലും അതിലല്ലേ കണ്ടിട്ടേക്കുന്നേ? സോറി, TP ലിങ്ക്. അതെ ഞാനത് ചോദിക്കാം. ഞാൻ നാട്ടിക്ക് ഇപ്പൊ കൊച്ചിന് നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നു കുക്കൂടിന്റെ ലാപ്പ് എടുത്തിട്ട് പോവാം. അതാകുമ്പോ നാട്ടിൽ പോയിട്ട് അവിടുന്ന് സ്ട്രീം ഇടാം കുക്കൂടിന്റെ ലാപ്പിൽ. ഈ ഒരു ഏരിയയിൽ KV വന്ന് കുത്തിയിട്ടുണ്ട്. കറന്റ് KV ആ ഏരിയ എടുത്തിരിക്കുന്നു. ആ ഒരു സ്റ്റീവ് ഇവിടുന്ന് ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാഷ്വാലിറ്റിയോ കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഈ ഒരു ഏരിയയിലുള്ള ഫയറിംഗ്. ഇതെന്താ എപ്പോ വാറ് കിടക്കുമ്പോൾ ഈ രാത്രിയായിട്ട് കാണാനൊരു സുഖമില്ല. ഷവർമ അലൻ സ്റ്റീവ് ഇവിടെ ഫ്ലെക്സറിന് ഈ ഒരു ഏരിയയിലേക്ക് ഓക്കെ ഐ തിങ്ക് KV ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. KV മൈക്ക് ചാടി ഇറങ്ങിയിട്ടുണ്ട്. KV VNV അടിപൊളിയിരിക്കുന്നു. അലൻ സ്റ്റീവിന്റെ ഭാഗത്തേക്ക് ഫയറിംഗ്. ലെഗസി അടിച്ചിട്ടു. ലെഗസി അലൻ അടിച്ചു. ലെഗസി അടുത്ത പിക്ക്. ലെഗസി രണ്ടാമത്തെ ജെയിംസ് ബോണ്ട് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ജെയിംസ് ബോണ്ട് ഒരു പിക്ക്. പിന്നെ പോളി ജോർഡൻ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. VNV പോട്ടർ ഒരു പിക്ക്. പിന്നെ പോളി ഇന്ത്യ ജോർഡന്റെ അടുത്തൊരു പിക്ക്. കക്കാശി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ജോ മാത്രം ജോ ആൽവിന് ഡൗൺ ആയിട്ടുണ്ട്. കണ്ടപൂട്ടി കുത്തുന്ന മൊത്തം പ്ലേ ആണ് അങ്ങനെ. ഒന്നടിച്ചിട്ട് കാര്യമില്ല. പെണ്ണല്ല, മാസ്ക് രക്ഷിക്കും. മാസ്ക് തന്നെ രക്ഷിക്കുമ്പോ ഇവിടെ ഞാൻ ക്രൗച്ച് വെക്കും. ക്രൗച്ചായി പോവും. അല്ല ഇവിടെ എങ്ങനെ എന്താ കണ്ടല്ലോ ആർക്ക് അടിക്കലടാ സ്പൈഡ് ചെയ്യുന്നതാടാ സ്പൈഡ് ചെയ്തിരിക്കും. ഒരു ഷേപ്പില്ലാത്ത എന്നോട് എടാ ലെഗസി VC-യിലുണ്ടോ? ലെഗസി ഓക്കെ. കളിച്ചെന്നൊക്കെ പറയുന്നു ഫസ്റ്റ് 2 വീക്ക് വാറില്. 2 വീക്ക് എടുത്തിട്ട് സ്പൈഡി ഒഴിവാക്കണേ. വണ്ടി വീട് എന്താ അവരെ നോക്കിക്കൊണ്ടിരിക്കണ വണ്ടി അവിടെ പോയി. എല്ലാത്തിലും വേറൊരുത്തരുണ്ട്. സെയിന്റ് ചാടി ഇറങ്ങും വണ്ടിന്ന്. ഞാൻ പിന്നെ അവിടെ കുത്തി കളിക്കും. കക്കാശിയുടെ വ്യൂ കാണിക്കണേ. എന്റെ വ്യൂ നീ കാണിക്കുന്നില്ല. വളരുത്. നിനക്ക് എനിമിയെ മനസ്സിലായോ? അടിക്കാൻ ഫസ്റ്റത്തേലൊന്നും മനസ്സിലായിട്ട് പച്ചത്തല നമ്മുടെ കൂടെയുള്ള പൈര വിചാരിച്ചത്.
ജെയിംസ് ബോണ്ട് ജെയിംസ് ബോണ്ട് ഇറങ്ങിയ 2 ഫ്രീ വർ അവൻ 3 or 4 പിക്ക് വെച്ചെടുത്ത്. എന്റെ അടി ഉണ്ടാവണം ഇവിടുന്ന്. അതെന്താ അങ്ങനെ ഔട്ട്ഫിറ്റ് ഗേൾസിന്റെ മാത്രം? അതെന്തോ ബഗ്ഗുണ്ട്. ഞാൻ ഓടി ക്രിസ്ത്യന്റെ ബാക്കിലോട്ട് ഓടി. അത് തന്നെ ഇനി കാണിച്ചാല് സ്പൈഡി ഇനി മറ്റേ കാണിച്ചാല് ആരുണ്ടാവും. വേറെ ഓക്കെ കാണിക്കണേ. ഇവനെ കുത്തിക്കാൻ നോക്കാൻ വേണ്ടി നോക്കാം ഞാൻ. ഇവനെ അടിച്ചോ ഞാൻ ഇവിടെ വണ്ടി ഇറങ്ങി ഞാൻ മാറിപ്പോകും. പിന്നെ ആരാ ജൂഡല്ലേ ഇവരെ ഞാനാ കൊല്ലില്ലേ നീ അടിച്ച് പഠിപ്പിച്ച് ഒരു കെട്ടിന് കൊണ്ടു. നിനക്ക് അവന്റെ പേര് വരെ അറിയോ? ഈ വണ്ടി ബാക്ക് സ്റ്റാപ്പ് കളിക്കുന്നത് കളിക്കുന്നല്ലേ അവന് മാസ്കോ ഇത് ചെയ്ത് ഗോഡിന്റെ വ്യൂ ആണ് ഇനി. ഗോഡിന്റെ 3 വീക്ക് ഫസ്റ്റ് പിക്ക് മൊയ്തീന്റെ ആണ് ഫ്രീ വാറില്. അതെ അതാ വണ്ടിക്കകത്തിരിക്കുന്ന ഇതെന്താ ബ്രോ വണ്ടിയിൽ ഇരിക്കുമ്പോ തന്നെ ഓറയാ. സോറി ഏതാ അണ്ടി ഏതാ ഇവിടുന്ന് ഒരു വിക്കറ്റും കിട്ടും. അത് കിട്ടിയില്ല. ഓ കിട്ടില്ല. അതൊക്കെ ഓയുടെ വിക്കാട്ടാ. ഞാനാണ് ആൾട്ടോണിപ്പം അതെന്തായാലും ആ പെണ്ണ് കൊല്ലുമായിരുന്നല്ലേ. നമ്മടെ പിള്ളേരെ വട്ടയെ പിടിച്ചിട്ട് അവന്മാരി ഇന്ന് വരച്ചോണ്ടിരിക്കണം. ഇവിടെ ഒന്നും എനിക്ക് വണ്ടി പോലും ലോഡായിട്ടില്ല. പിന്നെ ആർഫി കളിക്കുന്നു ഇവരെ അടിക്കുന്നുണ്ട്. ആരടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വണ്ടി ലോഡായിട്ടില്ല ഒന്നും പറഞ്ഞില്ല. ഇവിടെ എപ്പോഴാ ലോഡായ മാമച്ചന്റെ അവിടെ മാമച്ചൻ വന്നോണ്ടെന്ന് പറഞ്ഞില്ലേ? മാമച്ചൻ വെള്ളത്തിൽ പോയി. വെള്ളത്തിൽ ഓ ആ വണ്ടി ഇല്ലാണ്ടാക്കി കളഞ്ഞു. എനിക്കൊന്ന് മാമച്ചൻ അതിൽ മാപ്പ് ലോഡാവത്തായിരിക്കും. അതൊന്ന് പറയാ കേട്ടോ. മൊത്തം ലോഡാക്കി അൾട്രോണും നീ മിണ്ടരുത്. പ്രീ വാറിന് തൊട്ട് പിന്നെ പോയിട്ട് ക്യാഷ് ക്ലിയർ ചെയ്തിട്ട് വന്നിരിക്കുക. എനിക്ക് ഭയങ്കര ഇപ്പൊ മൊയ്തീൻ കൊല്ലല്ലേ. അതെങ്ങനെ നമ്മുടെ കുത്തിക്കലെങ്ങനെ? ഞാൻ വിചാരിച്ചു ഒരു നിമിഷം കത്തുന്നു. എടാ അങ്ങനെ വേണം കുത്തിക്കാൻ. അവൻ പാനിക്കോ ഇങ്ങനെയൊക്കെ വന്ന് വെച്ച് അവൻ പാനിക്കോ അല്ലേ അല്ലേ? ഒരുമിച്ചൊരു പടം വന്ന് മുന്നിൽ ഒന്ന് കുത്തുമ്പോഴേ പാനിക്കാൻ പെട്ടെന്ന്.
പ്രോപ്പർ ബാക്ക് സ്റ്റെപ്പ് കോൾ കണ്ടില്ലേ നിങ്ങളെ ബാക്കിൽ നിന്ന് പിങ് കിട്ടുന്നുണ്ടോ ഞാൻ പിങ് കിട്ടുന്നതിനാ മൂന്നെണ്ണം വന്ന ഞാൻ കണ്ടില്ല ബാക്കിൽ നിന്ന്. ഞാൻ തൊട്ടപ്പവൻ ചത്ത്. ഡിസ്കോഡ് അപ്ഡേറ്റ് മേളില് റീച്ച് നോക്കി ടോപ്പില് പണ്ടൊക്കെ അപ്ഡേറ്റ് റെഡി ആണ്. അപ്ഡേറ്റ് ആവട്ടെ. ഞാൻ വോയിസ് ഇറങ്ങി പോകും. ഇതൊക്കെ എന്താണെന്ന് അറിയത്തില്ല. മാറിന്റെ എടുക്കണേടാ പ്രീ വാർ മാറി. ശബ്ദം വേണമെങ്കിൽ മ്യൂട്ടായിക്കോളാം. നീലമയം നീല കളറ്. എനിക്ക് ഭയങ്കര പാനിക്കായിരുന്നു വണ്ടി ഇത് ഓക്കെയല്ലേ ഓടിക്കുന്നേ? ആരെ 1 മീറ്റ് എടുത്തോ? 1 മീറ്റ് നമ്മുടെ സ്പൈഡി ഒറ്റ ബുള്ളറ്റിൽ 2 പേരാണ്. എന്താ ചെയ്യാ ഹോക്കിക്ക് നല്ല ഡ്രോപ്പല്ലേ? നേരത്തെ വിൻഡോസ് 11 ആണോ നിങ്ങളെ? അത് മാറണം വന്ന് ഇവരവിടെ പെയിനും വിഷയം. നല്ല തിരുവാതിര കളിക്കും അവിടെ നിന്ന്. ആരും എനിക്കിപ്പോ പുറകിൽ നിന്നൊക്കെ അടി കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ഒന്നും നോക്കത്തില്ല. നീ എന്താ അവരെന്താ അമ്പലോടാ വലയം വെക്കുന്നത്? കറഞ്ഞാരെ ബാക്കിലെത്തി ഓടി ഓടി വണ്ടിന്റെ കൂടെ കടിച്ച് കില്ലെടുക്കുന്നു. അത് കിട്ടിയേനെ. ഇങ്ങോട്ട് പക്ഷെ എനിക്ക് ആളെ മനസ്സിലാവത്തില്ല. ഞാൻ ഇവിടെ നോക്കുമ്പോ ഇവൻ VNV ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ലാസ്റ്റ് മനസ്സിലാവുന്നു. കൺഫ്യൂഷൻ ആവും. ഡ്രസ് വിഷയം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയാണ്. വാട്സപ്പ് നോക്കുക. ലെഗസി ആയിട്ട് കോണടിച്ചോണ്ടിരിക്കുക എന്റെ ഇടയ്ക്ക്. ഇതാ പറഞ്ഞേ വീഡിയോ ചെയ്ത് എന്നെ ഞാൻ അവിടെ ഇറങ്ങി നിൽക്കുന്നു. W ഞെക്കിട്ട് പോകുന്നില്ല. ഇപ്പൊ നോക്കിയിട്ട് അതെന്താണ് ഹോക്കി? അത് നല്ല വീഡിയോ. വെറുതെ സ്പൈഡ് ചന്തല്ലേ? ശരിയാ. ഹോക്കി സ്മൂത്താണോ ഗെയിം പ്ലേ? അത്രേ ഉള്ളൂ. ഇത് പെയിന്റ് പേരെന്താടാ? ഒപ്റ്റിമൈസേഷൻ. അതിനുശേഷം 3 കില്ല് കിട്ടി എനിക്ക്. എടാ 49 ഒപ്റ്റിമൈസേഷൻ ഉണ്ടോ? പെട്ടെന്ന് കൊറേ ചോദിക്കുക. ഇവിടെ എല്ലാരും 5-6 വിക്കറ്റ് നിന്റെ ഒരു ഇല്ലാത്തൊരു പോലും ഉണ്ടോ അവിടെ? അണ്ടന്റെ എന്തോ മാസ് എൻട്രി ഉണ്ടെന്നാ പറയുന്നത്. എന്താടാ നീ ആർമർ ഒന്നും അടിക്കാത്ത? ആർമറൊക്കെ ഇടിച്ചിടിച്ച് പോയതാ. 3 പേര് ഇറങ്ങി അപ്പൊ ഓടുവാ തേഞ്ഞെന്ന്. പഴയ SRR അടിച്ച ലെഗസിയാണോ അത്? അതൊക്കെ കില്ല് കിട്ടുന്ന സാധനമാണോ? അല്ലെങ്കിൽ ഒന്നുകൂടെ കാണിച്ചേ, ഒന്നുകൂടെ ബാക്ക് അടിച്ചേ. അതിനിടയിൽ അവനെ അടിച്ചെടുത്ത്. അതല്ലേ കോമഡി. ഗ്യാങ്സ് ഈ പാന്റ് ഇട്ടിട്ട് ഇത് PVP പാന്റാ. ഇനി PVP ലെഗസി എന്ന് പറഞ്ഞിട്ട് അത് കണ്ടോ? അതായത് റീലോഡ് ചെയ്തിട്ടില്ല. റീലോഡ് ചെയ്തിട്ടില്ല.
കക്കാശി POV തന്നെ കാണിക്കണം. ഓക്കെ, വേറെ കാണിക്കാരാ. കക്കാശി ലൈവായിരുന്നു. കഴിഞ്ഞിട്ടാണ് കക്കാശിയുടെ ലൈവ്. ഒക്കെ സൗണ്ട് ഒക്കെ വെക്കണേ കക്കാശി. എവിടെ ഇവിടെ ഒരുത്തുണ്ടാവും, അവൻ രക്ഷപ്പെട്ടത് ഇവിടെ ഒരുത്ത് പിറ്റ് കേട്ടാ. കാണാം. എടാ റൈസ് ട്രാക്കിനുള്ള ഒരുത്തൻ കത്തിയ. എടാ ഇറങ്ങി പോവാം. എടാ കക്കാശി ഒരു വണ്ടി മാത്രം അവൻ പോയി, രണ്ടുപേരുള്ള പറ്റൂ. അവൻ പോയി കത്തിപ്പോയി. ഇവിടെ കുത്തുമ്പോ ഞാൻ പിറ്റേത് കളിക്കുന്നു, ഇറ്റ് ബാക്ക് കളിക്കാൻ പറഞ്ഞു. ഓക്കെ. എന്നിട്ട് ഞാൻ നിന്റെ വേറൊരു കാര്യം പറഞ്ഞു, അധികം ഡിലേ ആവാതെ കുത്തണമെന്ന്. ഇല്ല ഇപ്പൊ കുത്തു. ഇതാ ഇവിടെ കുത്തു. ഓക്കെ. ഇവിടെ കുത്തി. എനിക്ക് മനസ്സിലാവില്ല, ആരൊക്കെയാണ് മനസ്സിലാവുന്നില്ല. ഞാൻ ആരൊക്കെ അടിക്കും. നമ്മുടെ ആൾക്കൊക്കെ ടീമേറ്റ് പേരോട് എനിക്ക് ആളെ കാണുന്ന പോലെ തന്നെ പറയാലോ. പക്ഷെ ഒരു കില്ലെങ്ങനെ കിട്ടും അതെനിക്കറിയത്തില്ല. റാംസ്രോ ആയിരിക്കും. വന്ദേ മാതരം എന്ന് പറഞ്ഞ അവിടെ എല്ലാരും ടീം ഫോൾ ചെയ്തല്ലേ? ഞാൻ ഇപ്പൊ ഞാനും ചെയ്തത്. ഒന്നും കിട്ടില്ല. കക്കാശി നോക്കുന്നവരൊക്കെ കൊടുത്തില്ല, ഒരു അടി പോലും കൊടുത്തില്ല. വാറ് കിട വെച്ചിര ഇവിടെ നിന്ന് കേക്കരുത്. കുഞ്ഞു നിനക്ക് 2 ഡിങ് കിട്ടിയായിരുന്നു, വണ്ടിയിൽ നിന്ന് ഡിങ് കിട്ടിയായിരുന്നു. ആ സമയത്ത് ലെഗസി അവിടെ കറക്റ്റ് ആയിട്ട് വന്നോണ്ട് നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ് ആയില്ലേ? ബാക്കിൽ കുത്തി കണ്ട കറക്റ്റ് കോളൊന്നുമില്ലടെ ജൂണോടെ കുത്തി. ഇറങ്ങി പ്ലെയറിന്റെ പേര് വരെ പറഞ്ഞത് അവൻ. അത് കിട്ടില്ലല്ലേ? അവിടെ വാസ്കോ അവരെടുത്ത് വെച്ചിട്ട് അവരെ സോളോ പ്ലെയർ എന്നിട്ടത് ഞാൻ കൊന്നില്ലേ? അവനെ എത്ര പേര് ഇവനെ പണി നോക്കി. പിന്നെ ലാസ്റ്റ് ഒരു പണിയല്ല, മൂന്നാളെന്തോ തല്ലിയവനെ. ഇത് മറ്റേ ആ പയ്യൻ, മറ്റേ ബർത്ത്ഡേ പയ്യൻ മൊട്ട അവനായിരുന്നു. റേഡിയോയില് 3 കാണിക്കല്ലോ. കാണിക്കണ എടുത്ത കില്ലിന് അപ്രീഷിയേറ്റ് ചെയ്യാതെ 3ാമത്തെ കില്ല് എന്തിനാണോ അവിടെ കിടന്ന് അതൊക്കെ ഒന്നും പറയാനില്ല. എന്താടാ കോയെ നീ ഇങ്ങനെ വലുതാക്കടാ. അവിടെ ചെറുതാണ്. അനിമേഷനിലാണ് കില്ലെടുക്കണം. നീ തേർഡ് വ്യൂ ആണോ ജോസോന്റെ? അവിടെ ആയിരിക്കും കൊടുത്ത് ഇത് എനിക്കൊരു ബഗ്ഗാണ്. ഈ ഒരു വണ്ടിങ് എടുത്തിട്ടല്ലേ സ്പൈഡിങ് വണ്ടിങ് അത് ഞാൻ 3D അടിച്ചത്. അത് കിട്ടിയാനത് നന്നായിട്ട് എന്ന് വെച്ചാൽ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. TDM ഒക്കെ അത് കാണാനുണ്ട് അവന്റെ റീസെന്റ് ആയിട്ടുള്ള കളികളില്.
നമ്മുടെ ഇടയിൽ കൂടെ അവരോട് മനസ്സിലുള്ള പെട്ടത് നീ എവിടെ മാറില് പിക്കുണ്ടോ ജെയ്സോണ്ടെ? ഉണ്ട് 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 ജെയ്സോണ്ട്. നാളെ ടർഫുണ്ട്, മറക്കരുതേ. നാളെ ടർഫുണ്ട്. അടി അടിയെന്ന് അതാരാ? അവനെ ഞാൻ അടിച്ചോണ്ടിരിക്കുന്നു. ഇവന്മാരല്ലേ എന്നെ പറത്തിയത്? നീ നമ്മളൊന്നല്ല. ബാക്കിൽ പോനെ. നൈസ് നൈസറാ. പിന്നെ വേദന. എടാ പെയിന് പൂവള്ളി എടാ മിണ്ടണ്ട്. ഫീൽവാനാണ്. ജൂണിന് അയച്ചെടുക്കും വലിക്കുന്ന എടാ മറ്റേ ഈ പട്ടീനെ എവിടെയോ കണ്ടൊരു പരിചയമുണ്ട്. വിഷയം വാൾപേപ്പർ. പട്ടി ആകാശത്തിരിക്കുന്ന അതാണ് ഇടണ്ടിട്ട്. കളി കഴിഞ്ഞ് പെണ്ണെ കണ്ടപ്പോ വരച്ചിന്ന് കാണിക്കും കാണിക്കും. ഓ ഇതിന്റെ മേലിൽ കയറിയില്ല നീ. ഇത് മറ്റിവനല്ലേ എന്നെ വിളിച്ചായിരുന്നു? അയ്യോ എന്നെ വിളിച്ചായിരുന്നാലോ? ഇല്ല 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 ഇല്ല. പട്ടി വായിൽ കൊഴുക്കട്ടെ. വണ്ടി വണ്ണ ഇത് വണ്ടി വണ്ണല്ലേ റംസറോ? എവിടെ പോകണു പയ്യൻ? ആരോ കൊണ്ടുപോയില്ലേ ഇവണാ കറങ്ങണ ഉണ്ട്. എന്തത് പുല്ല് മാത്രം. വണ്ടി അടിച്ച് റിഫ്രഷ് അടിച്ചില്ലേ? ആ റണ്ണിങ് തന്നെ വണ്ടിയുടെ ബാക്കിൽ